ഹായ് ഫ്രണ്ട്സ്, മൗനരാഗം സീരിയലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. രാജപ്പണ്ണനും ബാലണ്ണനും വിവാഹ പന്തലിരുന്ന് ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക. രാജപ്പണ്ണൻ്റെ ഡയലോഗൊക്കെ കേട്ട് ബാലണ്ണൻ പറയാണ്, ഏതായാലും ഈ കല്യാണം ഒന്ന് കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് വേണമെന്ന് തീരുമാനിക്കാം. ആട്ടക്കലാശം കഴിഞ്ഞിട്ട് നമുക്ക് ആടിത്തുടങ്ങാം. അപ്പോൾ രാജപ്പണ്ണൻ ബാലണ്ണനോട് ചോദിക്കുകയാണ്, അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? ഏതായാലും കൂട്ടറടിയാണല്ലോ അല്ലേ? അതെന്തിനി? അത് നീ അങ്ങ് മറന്നുപോയോ? പണം കൊണ്ടുപോകാനേ. ആ ആ ആ ആ ബാലണ്ണന് ശേഷം പറയാണ്, യവൻ കുറേ കൊണ്ടുപോകും. ബാലണ്ണൻ പോയി കഴിഞ്ഞപ്പോൾ രാജപ്പണ്ണൻ പറയാണ്, യവൻ ഇടയ്ക്കിടയ്ക്ക് കൊള്ളിച്ച വർത്തമാനം പറയുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞ് ലക്ഷ്മിയുടെ ഓഫീസിലുള്ള ആൾക്കാരൊക്കെ വരികയാണ്. ഒട്ടും കുറക്കണ്ട കേട്ടോ, നിങ്ങളൊക്കെ ചെന്നൈയിൽ നിന്ന് വന്നെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ലക്ഷ്മി അമ്മയുടെ ബന്ധുക്കളാണെന്ന്. എൻ്റെ ഒരു ഗമയിലൊക്കെ നിങ്ങൾ നിൽക്കണം കേട്ടോ. ഓക്കെ സാർ. ഞാൻ സിംഗപ്പൂരാണെന്നല്ലേ പറയാൻ പോകുന്നത്. ചെന്നൈ സ്വദേശിയായ സിംഗപ്പൂരുകാരൻ. കയ്യുന്നത്ര അങ്ങ് കാച്ചിക്കോ. ലക്ഷ്മി അമ്മയെ വഞ്ചിച്ചവനിട്ട് രണ്ടെണ്ണം പൊട്ടിക്കട്ടെ. ഇനി എന്തായാലും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിനും വലിയ മുറിവായിരിക്കും അവന് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ വാ, നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങനെ പ്രകാശൻ ഒരുങ്ങിയിട്ട് വരികയാണ്. അപ്പോൾ വിക്രമിനോട് പറയാണ്, എടാ ടച്ചിങ്സിനെ പോലെ കൂടെ വേണമെന്ന് പറഞ്ഞതാ ആ രാജപ്പണ്ണനോടും ബാലണ്ണനോടും. എന്നിട്ട് രണ്ടുപേരും എവിടെ? അപ്പോൾ അമ്മ പറയാണ്, ദാടാ കല്യാണം കഴിഞ്ഞാണ്ടല്ലോ എല്ലാത്തിനെയും നിലക്ക് നിർത്തിക്കൊള്ളണം. അത് പിന്നെ എന്നോട് പ്രത്യേകം പറയണോ അമ്മേ? അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. അപ്പോൾ വിക്രം പറയാണ്, അച്ഛാ അതേ വക്കീൽ വരുന്നുണ്ട്. വക്കീലാണ് മോനെ ഇപ്പോൾ എല്ലാത്തിൻ്റെയും ആൾ, അമ്മയുടെയും മോളുടെയും. അതൊക്കെ നീ ഒന്ന് ശരിയാക്കണം. അതൊക്കെ ഞാനങ്ങ് ശരിയാക്കി എടുക്കില്ലേ അമ്മേ? വക്കീലേ നമസ്കാരം, നേരത്തെ എത്തിയല്ലേ? ഇവരൊക്കെ ആരാണെന്ന് മനസ്സിലായില്ല. ഇവർ കാർത്തിക മോളുടെ വലിയച്ഛനും ഇളയച്ഛനും, പിന്നെ ഇവരൊക്കെ അടുത്ത ബന്ധുക്കളും. അപ്പോൾ എല്ലാവരും നമസ്കാരം പറയാണ്. പ്രകാശനെ കാണിച്ചിട്ട് പറയാണ്, ഇതാണ് പയ്യൻ. അതിൽ ഒരാൾ പറയാണ്, പയ്യൻ സൂപ്പറായിട്ടുണ്ട്. അയ്യോ, ചെറിയച്ഛനും വലിയച്ഛനും ഒക്കെ പ്രായം കുറവാടാ മോനെ. അപ്പോൾ കാർത്തിക മോളുടെ അമ്മയ്ക്കും പ്രായം കുറവാണോ? അവൾക്കും വലിയ ഏജൊന്നുമില്ല, മാക്സിമം 42. മോനെ എത്രയെന്നാ പറഞ്ഞേ? അമ്മുമ്മേ 42 വയസ്സേ ഉള്ളൂ എന്ന്. എന്നാൽ പിന്നെ പേടിക്കണ്ട, ഇവർ തമ്മിൽ നല്ല ചർച്ചയാ. 48 കഴിഞ്ഞേ ഉള്ളൂ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കിരണും ബൈജുവും വരികയാണ്. അപ്പോൾ കിരൺ പറയാണ്, അല്ല മൂത്ത മോൾക്ക് വയസ്സ് 10-27 ആയി കാണില്ലേ? അപ്പോൾ 21 വയസ്സിൽ കല്യാണം കഴിഞ്ഞതാണോ? പ്രകാശനോട് ചോദിക്കുകയാണ് കിരൺ. അത് കേട്ട് ബൈജു ചിരിക്കുകയാണ്. അപ്പോൾ അമ്മമ്മ, 21 വയസ്സിലല്ലടാ 19-ാമത്തെ വയസ്സിലാണ് കല്യാണം കഴിഞ്ഞത്. എന്താ കുഴപ്പം? 19-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചാൽ എന്താ കൊച്ചുങ്ങളുണ്ടാകത്തില്ലേ? ഒന്ന് വരണമെന്ന് പറഞ്ഞതേ ഉള്ളൂ, അതിനിടയ്ക്ക് കുടുംബസമേതം ഇങ്ങെത്തി. കേട്ട് ബൈജു പറയാണ്, അല്ല വരണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചതല്ലേ ഞങ്ങളെ? കേട്ട് വക്കീൽ പറയാണ്, വിവാഹത്തിന് ക്ഷണിച്ചിട്ട് ഇങ്ങനെ പറയല്ലേ അമ്മേ? ചില വിവരമില്ലാതെ നെറികെട്ടവന്മാർ സംസാരിക്കുമ്പോൾ പ്രായമുള്ള ചില ആൾക്കാർ അങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കും. അങ്ങ് ക്ഷമിച്ചൂടെ? അതല്ലേ നല്ലത്. അല്ല പെണ്ണും കുട്ടനും വരാനായല്ലോ, നമുക്ക് പോകാം. കാർത്തിക മോളോട് പെരിയപ്പ വന്ന് ഇതാ ഇരിക്കുന്നതെന്ന് പറ. പയ്യനെ എത്രയും പെട്ടെന്ന് തന്നെ കതിർ മണ്ഡപത്തിലേക്ക് കൊണ്ടുപോയിക്കോ. അപ്പോഴേക്കും ഇളയച്ചൻ വിളിക്കുകയാണ്, വാ മോനെ. അപ്പോൾ പ്രകാശൻ മനസ്സിൽ കാണുകയാണ്, ഇവൻ എൻ്റെ പ്രായം തന്നെ ഇല്ലല്ലോ, എന്നിട്ട് ഇവൻ എന്നെ കയറി മോനെ എന്നൊക്കെ വിളിക്കുന്നുണ്ടല്ലോ. വാങ്ങോ വാ. പോക്കൊക്കെ കണ്ട് ബൈജുവിന് ചിരി അടക്കാൻ പറ്റുന്നില്ല. ബൈജു കിരണിനെ തട്ടി ചിരിക്കുകയാണ്. കിരൺ പറയാണ്, നടക്കട്ടെടാ നടക്കട്ടെ. വല്യച്ഛനും ചെറിയച്ഛനും മാമന്മാരും ഒക്കെ എത്തിയിട്ടുണ്ട്. കതിർ മണ്ഡപത്തിൽ എല്ലാ സാധനങ്ങളും ഒരുക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അച്ഛനും മകനും വല്യമ്മയും അങ്ങോട്ടേക്ക് പോവുകയാണ് മണ്ഡപത്തിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. പ്രകാശനും മകനും അമ്മമ്മയും എല്ലാവരോടും കൈകൂപ്പി അവിടെ ഇരിക്കാൻ പോവുകയാണ്. അമ്മമ്മ പറയാണ്, ഐശ്വര്യമായിട്ട് കയറി ഇരിക്കുമോനെ. അല്ലമ്മേ, അത് പുതുപ്പെണ്ണ് വന്നിട്ടല്ലേ ഇരിക്കേണ്ടത്. ഇതൊക്കെ കണ്ട് കിരണിനും ബൈജുവിനും ചിരി അടക്കാനേ പറ്റുന്നില്ല. അല്ല മോനെ, ഇവിടുത്തെ ആചാരം ഇങ്ങനെയായിരിക്കും. ബാക്കി 2 കല്യാണോ അലമ്പായി, ഇതെങ്കിലും നീ മാന്യമായിട്ട് കഴിക്ക്. മോനെ ഇങ്ങനെ ഇരിക്കലടാ, ചമ്രം പണിഞ്ഞിരിക്ക് എന്ന് പറയാണ്. കിരണും ബൈജുവും എന്തൊക്കെയോ ചെവിയിലൊക്കെ പറഞ്ഞ് ചിരിക്കുകയാണ്. അതൊന്നും അമ്മമ്മയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. വിക്രമിൻ്റെ അടുത്ത് പോയി ചോദിക്കുകയാണ്, എന്താടാ അവർ ചിരിക്കുന്നത്? പിന്നെ എല്ലാ അർത്ഥത്തിലും നമ്മളങ്ങ് കയറിപ്പോയില്ലേ മുത്തശ്ശി?
അപ്പോൾ 55-ാം വയസ്സിൽ അച്ഛൻ്റെ കല്യാണം കാണണമെന്ന് പറഞ്ഞ് കളിയാക്കി ചിരിക്കായിരിക്കും. അങ്ങനെയെങ്കിലും അങ്ങ് സമാധാനിക്കട്ടെ ആക്ഷനാ കേട്ട വർഗ്ഗങ്ങൾ. എന്നാൽ പിന്നെ നമ്മളെന്തിനാണ് ഇങ്ങനെ നോക്കി നിൽക്കുന്നത്, നമുക്ക് ചിരിക്കാം, ചിരിയടാ ചിരി എന്ന് പറഞ്ഞ് അമ്മൂമ്മയും മോനും ചിരിക്കുക. പ്രകാശ് തിരിഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, എന്താ 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 എല്ലാവരും ചിരിക്കുന്നത്? അവന്മാർ ചിരിക്കുന്നത് കണ്ടില്ലേ, നീയും ചിരിക്കടാ, എടാ നീയും ചിരിക്ക് എന്ന് പറഞ്ഞപ്പോൾ തന്നെ പ്രകാശനും ചിരിക്കുകയാണ്. അപ്പോൾ രാജപ്പണ്ണനും ബാലനും പരസ്പരം എന്തൊക്കെയോ പറയാണ്. അപ്പോൾ രാജപ്പണ്ണൻ പറയാണ്, അവൻ്റെ ഒരു സന്തോഷം കണ്ടില്ലേ, അവൻ്റെ മനസ്സിലിപ്പോൾ താളമേളമായിരിക്കും. അതെ അതെ അതെ. ലക്ഷ്മിയെ നന്നായിട്ട് ഒരുക്കി അതിനുശേഷം കാർത്തിക ഓരോ രീതിയിലും ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. എൻ്റെ അമ്മ സുന്ദരിയല്ലേ, ശരിക്കും കല്യാണ പെണ്ണായിട്ടുണ്ട്, ഒന്ന് പോടി അവിടുന്ന്. അപ്പോഴേക്കും നന്നായിട്ട് അതിനേക്കാൾ ഒരുങ്ങിയിട്ട് കല്യാണിയും അവളുടെ അമ്മയും വന്നിട്ടുണ്ട്. കല്യാണി ലക്ഷ്മിയെ ഒരുക്കിയത് കണ്ടിട്ട് പറയാണ്, ചേച്ചിയുടെ സെലക്ഷൻ സൂപ്പറായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ മുത്തശ്ശി വന്നിട്ട് പോയായിരുന്നു, അമ്മയെ കണ്ടില്ലല്ലോ? ഏയ് ഇല്ല, മുഹൂർത്ത സമയത്തേ മുഖം കാണാവൂ, അതാണ് ഞങ്ങളുടെ ആചാരം എന്ന് പറഞ്ഞു. കല്യാണച്ചക്കൻ്റെയും മോൻ്റെയും അഹങ്കാരവും സന്തോഷവും ഇപ്പോൾ കിരണേട്ടനും ബൈജു ആസ്വദിക്കുമായിരിക്കും. കല്യാണി പറയാം, അടുത്ത പ്ലാനിങ് എന്താ? അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. അമ്മയായിരിക്കും ലക്ഷ്മി അമ്മയുടെ നാത്തൂൻ എന്ന് വെച്ചാൽ അമ്മയായിരിക്കും ലക്ഷ്മി അമ്മയെ കൈപിടിച്ച് മണ്ഡപത്തിലേക്ക് കൊണ്ടുപോകേണ്ടത്. ഇപ്പോൾ കമ്പനിക്ക് 12 കോടി ലാഭം ഉണ്ടായെന്നാണ് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ അപ്പൻ്റെയും മോൻ്റെയും ഹാർഡ് വർക്കിൽ ഒരു 2-3 കോടി രൂപയൊക്കെ ഉണ്ട്. എങ്കിലും 12 കോടിയിൽ 6 കോടി അവർക്ക് കിട്ടുമെന്ന് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. അത് കേട്ട് ലക്ഷ്മി പറയാണ്, സ്വപ്നങ്ങൾക്ക് ഒരു വിലക്കും ഏർപ്പെടുത്തിയിട്ടില്ലല്ലോ മോളെ, ഇന്നത്തോടെ ആ സ്വപ്നങ്ങളൊക്കെ വീണുടയുമല്ലോ. കല്യാണി പറയാ, എൻ്റെ അച്ഛനല്ല, അതിനേക്കാൾ ക്രിമിനലാ ആ മോൻ. അത് കേട്ട് കല്യാണിയുടെ അമ്മ പറയാണ്, ആൺമക്കളെ താലോലിക്കുമ്പോൾ അവന് അങ്ങനെ വളരാനേ പറ്റൂ. അതായിരുന്നു ഇവരുടെയൊക്കെ കുഞ്ഞുനാളിലെ പുകില്. എങ്കിലും താഴത്തും വെക്കാതെ വളർത്തിയതാ. ഏത് നേരവും അച്ഛൻ്റെ തോളത്തുണ്ടാവും അവൻ. ഇതിനുള്ള പ്രതിഫലം ഇരട്ടിയായി കൊടുത്തു. എന്നിട്ടും പെൺമക്കളെ അംഗീകരിക്കാൻ മടി. അത് കേട്ട് ലക്ഷ്മി പറയാണ്, അങ്ങനെയുള്ള പെൺമക്കളല്ലേ അവൻ്റെ മുന്നിൽ നിരന്നു നിൽക്കാൻ പോകുന്നേ? കാഴ്ചകൾ കാണട്ടെ ആഭാസൻ. പിന്നെ കിരണും ബൈജുവും എഴുന്നേറ്റ് പ്രകാശൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അത് കണ്ട അമ്മൂമ്മ പറയാണ്, നീയൊക്കെ എന്തിനാടാ പെണ്ണിൻ്റെയോ ചെറുക്കൻ്റെയോ ബന്ധുക്കളെ പോലെ മണ്ഡപത്തിലൊക്കെ വരുന്നത്? അവിടെയെങ്ങാനും ദൂരെ പോയി വായി നോക്കിയിരുന്നാൽ പോരെ? കിരൺ പറയാണ്, എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഭാര്യയുടെ അച്ഛൻ്റെ കല്യാണമല്ലേ, പിന്നെ ഞങ്ങളിവിടെ നിൽക്കുന്നതിൽ തെറ്റൊന്നുമില്ല. എടാ കതിർ മണ്ഡപമായിപ്പോയി, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഇല്ല മതി, ഇപ്പോൾ ഒന്നും പറയണ്ട, കല്യാണം കഴിഞ്ഞ് കേൾക്കാനും ഞങ്ങൾ തയ്യാറാ. അല്ല അണിയാ, ബൈജു പറയാ, പിന്നല്ലാതെ. അത് കേട്ട് വിക്രം പറയാണ്, അല്ലെങ്കിലും നല്ല നല്ല ചടങ്ങുകൾ നടക്കുമ്പോൾ കണ്ണ് കിട്ടാതെ അവിടെ നിന്നോട്ടെ മുത്തശ്ശി. കിരൺ പറയാണ്, അല്ല അല്ല, അത് അവൻ പറഞ്ഞത് സത്യ, ഞങ്ങൾ കണ്ണ് കിട്ടാതെ ഇവിടെ എവിടെയെങ്കിലും നിന്നോളാം. അപ്പോഴാണ് അങ്ങോട്ടേക്ക് കാർത്തിക വരുന്നത്. അപ്പം മുത്തശ്ശി ചോദിക്കുകയാണ്, മോളെ അമ്മയുടെ? അമ്മയെ ഒരുക്കിക്കൊണ്ടിരിക്കുക, ഇനിയിപ്പോൾ അമ്മയുടെ നാത്തൂൻ കൈപിടിച്ച് കൊണ്ടുവരും. അപ്പോഴാണ് കാർത്തികയുടെ ചെവിയിൽ പറയാൻ പോകുന്നത് അമ്മമ്മ. എന്തിനോ ഇവരൊക്കെ വന്നിരിക്കുന്നത്? കിരണിനെ കാണിച്ചുകൊണ്ട് അമ്മമ്മ പറയാണ് കാർത്തികയോട്. അപ്പോൾ കാർത്തിക, ഇന്ന് നല്ലൊരു ചടങ്ങല്ലേ നടക്കാൻ പോകുന്നത്, അപ്പോൾ ആൾക്കാർ കൂടുന്നത് നല്ലതല്ലേ, കൊണ്ട് വരുന്നവരൊക്കെ വന്നോട്ടെ. എന്നാൽ ആയിക്കോട്ടെ അല്ലേ മോളെ, ഞാനിപ്പോൾ വരാം. ശരി മോളെ. ആ മോനെ, പാറു വന്നിട്ടില്ലെങ്കിലും അവൾക്കൊപ്പം നിന്ന് എല്ലാം ഒപ്പിക്കുന്ന ഒരുത്തൻ വന്നിട്ടുണ്ട്. പുറത്ത സമയത്തായിരുന്നെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പൊട്ടിത്തെറിക്കും. അല്ലെങ്കിൽ ഇത്ര താല്പര്യത്തോടു കൂടി അവന്മാർ ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമില്ലല്ലോ. അത് കേട്ട് വിക്രം പറയാണ്, അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. വേറൊന്നും കൊണ്ടല്ല മോനെ, ഇരുന്നു കൊണ്ടാണല്ലോ താലി കെട്ടുന്നത്. മൃഗവശത്തോട്ട് പടക്കം പൊട്ടുമ്പോൾ ഇരുന്നു കൊണ്ട് താലി കെട്ടാൻ പറ്റുമോ? മുത്തശ്ശി ഒന്ന് ചുമ്മാ ഇരിക്കുക, അതൊക്കെ പഴയ കാര്യങ്ങളല്ലേ. ഇപ്പോൾ എന്തായാലും അവർക്ക് അതിനൊന്നും പറ്റത്തില്ല, അതിനുള്ള ധൈര്യം അവർക്കില്ല. കാർത്തിക പറയാണ്, മുഹൂർത്തത്തിൻ്റെ സമയമായി. അപ്പം ലക്ഷ്മി, ഏത് മുഹൂർത്തത്തിൻ്റെ? അത് കേട്ട് കല്യാണി പറയാണ്, ഏതിൻ്റെ ആണെങ്കിലും ഇവിടെ എല്ലാം നഷ്ടപ്പെട്ട് 3 പേര് നെഞ്ചുതടിച്ച് കരയാൻ പോകുന്ന മുഹൂർത്തല്ലേ മോളെ നീ പറയുന്നത്? കല്യാണിയുടെ അമ്മ പറയാം. കല്യാണി, അതാ ഞാൻ പറഞ്ഞത്, ഏതിൻ്റെ ആണെങ്കിലും മുഹൂർത്തമായി എന്ന്. അതുപോലെ തന്നെ കാർത്തികയും വന്നിട്ട് പറയാണ്, ഇവിടെയെല്ലാം ഓക്കെ അല്ലേ, മുഹൂർത്തത്തിൻ്റെ സമയമായി. ഇവിടെ പയ്യൻ കതിർമണ്ഡപത്തിൽ ഇരിപ്പുറപ്പിച്ചിട്ടുണ്ട്, കല്യാണ പെണ്ണിനെയും കാത്തുകൊണ്ട്. നാത്തൂൻ പെണ്ണിൻ്റെ കൈയും പിടിച്ച് മുന്നിൽ നടക്ക്. അതിനു മുമ്പ് ഞാൻ ഈ മുഖം ഒന്ന് ശരിയാക്കി കൊടുക്കട്ടെ. സാരിത്തൊമ്പെടുത്ത് തലയിൽ കൂടി ഇട്ടിട്ട് മുഖം മറച്ചുകൊണ്ടാണ് 2 പേരും പോകുന്നത്. രണ്ടാളോട് പോയിട്ട് കല്യാണി പറയാണ്, രണ്ടാൾക്കും പരിചയമില്ലാത്ത വേഷ, കാല് തട്ടി വീഴുകയും ചെയ്യരുത്. ലക്ഷ്മി അത് കേട്ട് പറയാണ്, വീണാലും കുഴപ്പമില്ല മോളെ, ആ വീഴ്ചയിലും കാണാൻ രസമുണ്ടാവുമല്ലോ. 50-ാം പ്രായത്തിൽ ഇതുപോലൊരു അബദ്ധം സംഭവിച്ച ഒരാളെ കാണില്ല.
നീ പേശ മൂന്നെന്ന് പറഞ്ഞ് നടക്കുക. ഇന്ന് അമ്മയെ കല്യാണം കഴിച്ച് നാളെ മുതൽ കോടീശ്വര പ്രമുഖളായി നടക്കാമെന്നാ രണ്ടുപേരുടെയും വിചാരം. കല്യാണം കഴിഞ്ഞാൽ വിക്രത്തെ പൂർണ്ണമായി കമ്പനി ഏൽപ്പിക്കാമെന്ന് ഞാൻ പറഞ്ഞതുമാണല്ലോ. ഇത് ത്രില്ലില്ല അച്ഛനും മോനും ഒക്കെ. അവരുടെ പ്രതീക്ഷകൾക്ക് നടുവിലാ മുഖം മറിച്ച് രണ്ട് ആദ്യ മുൻവാരികൾ പോകാൻ പോകുന്നത്. അമ്മേ, ലക്ഷ്മി അമ്മയുടെ കൈപിടിച്ച് നടക്ക്. അവർ രണ്ടുപേര് പോകുന്നത് കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കല്യാണിയും കാർത്തികയും. അപ്പോഴേക്കും വിക്രം പ്രകാശിൻ്റെ തലയിൽ മുല്ലത്തൊപ്പിയൊക്കെ വെച്ച് കൊടുക്കുകയാണ്. പ്രകാശൻ്റെ 3 പെൺമക്കളും അതുവഴി നടന്നു വരികയാണപ്പോൾ. അത് കണ്ട് മുത്തശ്ശി, ഓ എവളുമാരിവിടെ വന്ന് ഒളിച്ചിരിക്കുകയാണോ? സോണിയെ കണ്ട് പറയാണ്, വലിയ വയറാണല്ലോടി, പെൺകുഞ്ഞായിരിക്കും. അപ്പോൾ അവൾ പറയാണ്, ആയിക്കോട്ടെ, ഞാനതങ്ങ് സഹിച്ചു. ഇപ്പോഴും ആണിനെയും പെണ്ണിനെയും പറഞ്ഞുകൊണ്ട് നടക്കുക. അതിനിടയിൽ പ്രകാശം പറയാണ്, അതേയ്, നിന്നോടൊക്കെ കല്യാണത്തിന് വരാനേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ കതിർ മണ്ഡപത്തിലേക്ക് വന്ന് നിൽക്കാൻ പറഞ്ഞിട്ടില്ല. ഓ, അപ്പോൾ കല്യാണി, തൽക്കാലം ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കുക. അത് കേട്ട അമ്മൂമ്മ, എന്ത് പുല്ലെങ്കിലും ആക്കട്ടെടാ പ്രകാശ. അതിനുശേഷം പിന്നാലെ കാർത്തികയും വരികയാണ്. അതിനുശേഷം പ്രകാശൻ്റെ 2 ഭാര്യമാരും കയ്യും പിടിച്ച് വരികയാണ്. അവരെ കണ്ട് പ്രകാശനും മകൻ വിക്രമും അമ്മയും ഒക്കെ ചിരിക്കുകയാണ്. അമ്മൂമ്മ പറയാണ് അവരെ കണ്ടിട്ട്, ആ എത്തിയല്ലോ. അപ്പോൾ കല്യാണി, സോറി കാർത്തിക, ആ നാത്തൂൻ്റെ കയ്യും പിടിച്ചുകൊണ്ടാണ് വരുന്നത്. അയ്യോ, ഇപ്പോഴും മുഖം മറിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ മോളെ. നാത്തൂനും മുഖം മറിച്ചാണല്ലോ വരുന്നത്. അതും ഞങ്ങളുടെ ഒരു ചടങ്ങാണ്. എന്തായാലും ഇതൊരു വല്ലാത്ത ആചാരം തന്നെ. 2 പേരും കതിർ മണ്ഡപത്തിലെത്തി. മണ്ഡപം ചുറ്റിയതിന് ശേഷം പ്രകാശൻ്റെ അരികിലായിട്ട് ലക്ഷ്മി ഇരിക്കുകയാണ്. അപ്പോഴും കല്യാണിയുടെ അമ്മയും സാരി കൊണ്ട് തലമറിച്ചിട്ട് അവിടെ തന്നെ ഇരിപ്പുണ്ട്. അയ്യടാ, എന്താടാ, അവൻ്റെ ഭാഗ്യം കണ്ടില്ലേ? തലമറിച്ചാണ് വന്നതെങ്കിലും ആള് സുന്ദരിയാണെന്നാണ് തോന്നുന്നത്. ബാലനം പറയാണ്, അതെ അതെ, സുന്ദരിയാ, നാത്തൂനും സുന്ദരിയാ. പിന്നെ നിനക്കെങ്ങനെ അറിയാം? ഞാൻ അവരെയൊക്കെ കണ്ടതാണെന്നേ, ദിവസം കാർത്തിക മേഡത്തിൻ്റെ കൂടെ പോയപ്പോൾ. എന്നിട്ട് നീ അത് എന്നോട് പറഞ്ഞില്ലല്ലോ. കാഴ്ചകൾ ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. എന്ന് വെച്ചാൽ കുറച്ച് കാത്തിരുന്നാൽ കാണാമെന്നേ. അപ്പോഴേക്കും അതിനരികിലേക്ക് കിരണും ബൈജുവും പോവുകയാണ്. അതിനുശേഷം കാർത്തിക പറയാണ്, ഞങ്ങളുടെ ആചാരപ്രകാരം പയ്യൻ കല്യാണ പെണ്ണിനെ 3 പ്രാവശ്യം വരം വെക്കണം. പ്രകാശൻ അപ്പം തന്നെ എണീറ്റു. അതിനെന്താ, ചെയ്യാം അല്ലേ എന്ന് പറഞ്ഞ് പ്രകാശൻ എണീറ്റ് വലയം വെക്കാണ്. പ്രകാശൻ പിന്നെ 3 പെൺമക്കളെയും മാറി മാറി നോക്കിക്കൊണ്ടാണ് വലയം വെക്കുന്നത്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും വരാം. അതുവരെ ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സി യു ഓൾ.